السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ ഇമാം നബി റളിയല്ലാഹു അൻഹു എഴുതിയ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിലെ ഹദീസുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ബാബിലെ ഏകദേശം 11ഓളം ഹദീസുകൾ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നമുക്ക് പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ ഇതും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അബി അബ്ദുല്ലാഹിബ് റഹ്മാൻ വഅൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും ഒരു വലിയ ഒരു ഹദീസാണ്. ഞാനിതിൻ്റെ അറബി ഭാഗം വായിക്കുന്നില്ല, നേരെ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളിൽ 3 പേർ ഒരു യാത്ര പുറപ്പെട്ടു. രാത്രിയായപ്പോൾ ഉറങ്ങാൻ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അപ്പോൾ മലമുകളിൽ നിന്ന് ഒരു പാറ ഉരുണ്ട് വീണ് ആ ഗുഹാമുഖം അടഞ്ഞുപോയി. രക്ഷപ്പെടാൻ വഴിയൊന്നും കാണാതായപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, അവരെ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞു, നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരായിക്കൊണ്ട് അവരുടെ സൽക്കർമ്മങ്ങൾ, അവർ ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയാൻ തീരുമാനിച്ചു. ഈ ചരിത്രം, ഈ ഹദീസ് ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പല ആളുകളിൽ നിന്നും. എങ്കിലും ഈ ഹദീസ് റിയാദുസ് സ്വാലിഹീനിലെ 1-ാമത്തെ ബാബിൽ 12-ാമത്തെ ഹദീസായിക്കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹദീസിലേക്ക് കടക്കാം. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുവേ, വയോവൃദ്ധരായ എൻ്റെ മാതാപിതാക്കൾക്ക് നൽകുന്നതിന് മുമ്പ് കുടുംബത്തിനോ അടിമകൾക്കോ ഞാൻ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം കന്നുകാലികളുടെ ഭക്ഷണം തേടി ഞാൻ വളരെ ദൂരെ പോയി. അവർ 2 പേരും ഉറങ്ങുന്നത് വരെ തിരിച്ചെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുന്ന സമയം കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഞാൻ പാൽ കറന്നെടുത്ത് അവരെ സമീപിച്ചപ്പോൾ അവർ ഉറങ്ങിയതായി കണ്ടു. അവരെ വിളിച്ചുണർത്തുന്നതോ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതായത് തന്റെ മാതാപിതാക്കളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് ഒരു അദബുകേടായി കണ്ടുകൊണ്ട് അദ്ദേഹം അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അവർ കഴിക്കുന്നതിന് മുമ്പ് കുടുംബത്തിനും ഭൃത്യർക്കും ഭക്ഷണം നൽകുന്നതും എനിക്കിഷ്ടമായിരുന്നില്ല. അങ്ങനെ പാൽപാത്രം കയ്യിൽ പിടിച്ച് അവർ ഉണരുന്നത് പ്രതീക്ഷിച്ച് ഞാൻ നിന്നു. വിശന്നു വലഞ്ഞ് കുട്ടികൾ എൻ്റെ കാൽക്കൽ കിടന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. പ്രഭാതമായപ്പോൾ മാതാവും പിതാവും ഉണർന്നു, പാൽ കുടിച്ചു. അതിനുശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് പാൽ കൊടുത്തത്. അല്ലാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ചാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് ഈ പാറ കാരണമുണ്ടായ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അപ്പോൾ പാറ അല്പം നീങ്ങി, എങ്കിലും അതിലൂടെ പുറത്തു കടക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ ചരിത്രം, ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ വളരെയേറെ പഠനാർഹമാണ്. നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരോട് കാണിക്കേണ്ട ആ ഒരു ഖിദ്മത്ത് എന്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് പാറ അല്പമൊന്ന് നീങ്ങി, പക്ഷേ പുറത്ത് കടക്കാൻ അങ്ങനെ 2-ാമത്തെ ആള് പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ ഒരു പുത്രിയെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു റിപ്പോർട്ടില് ഞാൻ അവളെ സാധാരണ പുരുഷന്മാർ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണുള്ളത്. ഞാൻ അവളുമായി രമിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ അവർ വഴങ്ങിയില്ല. പിന്നീട് സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ ഒരിക്കൽ അവൾ എൻ്റെ അടുത്ത് വന്നു.
അവളുടെ ശരീരം എനിക്ക് വിധേയമാക്കി തരണം എന്ന ഉപാധിയോടെ ഞാൻ അവൾക്ക് 120 ദിനാർ നൽകി. അങ്ങനെ എനിക്കതിനവസരം ലഭിച്ചപ്പോൾ, ഒരു റിപ്പോർട്ടിൽ അവളുടെ കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നപ്പോൾ എന്നാണുള്ളത്. എന്തായാലും അങ്ങനെ ഒരു മോശമാക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ വഴങ്ങിക്കൊണ്ടുവന്നു. അതിനുള്ള അവസരം ഉണ്ടായപ്പോൾ, അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത് കേട്ട് ഞാൻ അവളിൽ നിന്ന് പിന്തിരിഞ്ഞു. എനിക്കപ്പോഴും അവളെ ഏറെ ഇഷ്ടം തന്നെയായിരുന്നു. ഞാൻ നൽകിയ സ്വർണം അവൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അള്ളാഹുവേ, ഞാനിത് ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട വിഷമത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അപ്പോൾ പാറ അല്പം കൂടി നീങ്ങി. അപ്പോഴും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അത്തരമൊരു അവസ്ഥയിലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യഭിചാരത്തിൽ നിന്ന് തെന്നി മാറിയപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനൊരിക്കൽ ഏതാനും തൊഴിലാളികളെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. അവരിൽ ഒരാൾ അതിന്റെ വേതനം വാങ്ങാതെ പോയി കളഞ്ഞു. ഞാൻ ആ വേതനം മാറ്റിവെച്ചു, പരിപോഷിപ്പിച്ചു. അത് വൻ സമ്പത്തായി പെരുകി. കുറെ കാലത്തിനു ശേഷം അവൻ വന്നു തന്റെ വേതനം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാ ആ കാണുന്ന ഒട്ടകങ്ങളും പശുക്കളും ആടുക്കളും അടിമകളുമെല്ലാം നിന്റെ വേതനത്തിൽപ്പെട്ടതാണ്. അവർ അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കരുത്, നിങ്ങൾ എന്നെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പരിഹസിക്കുകയില്ല, ഇതെല്ലാം നിന്റെ വേതനം പെരുകിയതാണ്. അപ്പോൾ അവൻ അതെല്ലാം കൊണ്ടുപോയി, ഒന്നുപോലും ബാക്കി വെച്ചില്ല. അള്ളാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ചാണ് ഞാൻ അത് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ വിഷമത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന അങ്ങ് പറഞ്ഞപ്പോൾ അല്പം കൂടി നീങ്ങി പാറ അല്പം കൂടി നീങ്ങിപ്പോയി. അവർ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഈ ഹദീസ് ബുഖാരി 4-ാം അധ്യായത്തിൽ 370, 369 മുസ്ലിമിൽ 2743 വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ഈ മൂന്ന് യുവാക്കളുടെ അവസ്ഥ, ഈ മൂന്ന് യുവാക്കളും ചെയ്തതായിരിക്കുന്ന സൽക്രമങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവിടേക്ക് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ നിയ്യത്ത് എന്താണോ അതനുസരിച്ച് അള്ളാഹുവിന്റെ സൽക്രമങ്ങൾ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്കുണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് എന്നുള്ള കാര്യം ഇത് വളരെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒന്നാമത്തെ ബാബ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് ബാബു തോബയുടെ ബാബാണ്. തോബയുടെ ബാബ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പാപങ്ങൾ ചെയ്തു പോയാൽ തോബ നിർബന്ധമാണ്. മനുഷ്യന്മാരുടെ അവകാശവുമായി ബന്ധമില്ലാത്ത അള്ളാഹുവിനോട് ചെയ്ത പാപമാണെങ്കിൽ തോബക്ക് 3 നിബന്ധനകളുണ്ട്. 1, പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക. 2, ചെയ്ത പാപത്തിൽ ഖേദം പ്രകടിപ്പിക്കുക. 3, ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. ഈ 3 നിബന്ധനകളിൽ ഒന്നെങ്കിലും ഇല്ലാതായാൽ തോബ സാധുവാകുന്നതില്ല. ഈ 3 നിബന്ധനകളും നമ്മൾക്ക് നിർബന്ധമാണ് തൗബ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ഈ 3 പുറമെ ഒരു നിബന്ധന കൂടിയുണ്ട്. എന്താണ് ആ നിബന്ധന? ബന്ധപ്പെട്ട ആളുമായുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാകുക എന്നതാണിത്. സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു ബാധ്യതകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരാളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ഒരാളെ വഞ്ചിക്കാൻ വേണ്ടി മറ്റൊരാളോട് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയോ, അഥവാ അത് ശരീഅത്ത് ഭരണമുള്ള സ്ഥലങ്ങളിലാണ് അതിന്റെ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പൊരുത്തപ്പെടുപ്പിക്കാൻ പറയുകയോ ചെയ്യണം. പരദൂഷണമാണെങ്കിൽ പൊരുത്തം വാങ്ങണം. എല്ലാ പാപങ്ങളിൽ നിന്നും തോപ ചെയ്യൽ നിർബന്ധമാണ്. ചിലതിൽ നിന്ന് മാത്രമാണ് തോപ ചെയ്തതെങ്കിൽ ആ പാപത്തിൽ നിന്നുള്ള തോപ സാധുവാകുമെന്നാണ് ചില പണ്ഡിതരുടെ അഭിപ്രായം. അവശേഷിക്കുന്ന പാപങ്ങൾ നിലനിൽക്കുന്നതുമാണ്. തോപ നിർബന്ധമാണെന്നതിന് ഖുർആന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളുണ്ട്. സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ പറയുന്നു, സത്യവിശ്വാസികളെ
നിങ്ങൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങുക. നിങ്ങൾ വിജയികളാകാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ശേഷം നിങ്ങൾ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഹൂദ് സൂറത്തിലെ 3-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണത്. അത്തഹ്രീം 8-ാമത്തെ ആയത്തിൽ പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് സമ്പൂർണമായി തൗബ ചെയ്ത് മടങ്ങുകയും. ഇങ്ങനെ തൗബയെ കുറിച്ച് ധാരാളം ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു വല്ലാഹി ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തർ മിൻ 70 മറ റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ ദിവസം 70-ലധികം പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യാറുണ്ട്. ബുഖാരി 1185 ആയിട്ടും തുർമദി 3255 ആയിട്ടും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു 70-ലധികം. ഒരു തെറ്റ് പോലും ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ യാതൊരുവിധ തെറ്റ് പോലും ഇല്ലാത്ത പരിശുദ്ധനിൽ പരിശുദ്ധനായ അള്ളാഹുവിന്റെ റസൂല് പോലും 70-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട അവസരമാണിത്. ചിന്തിക്കണം. ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. قال رسول الله صلى الله عليه وسلم يا أيها الناس توبوا إلى الله واستغفروا فإني أتوب في اليوم 100 مرة. അഗർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയം ഞാൻ ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യുന്നു. മുസ്ലിം 2702, അബൂദാവൂദ് 1515 ഹദീസ് വന്നിട്ടുണ്ട്. വീണ്ടും ഹദീസ് വരുന്നു. വൻ അബി ഹംസത അനസ് ബിൻ മാലിക് അൽ-അൻസാരി ഖാദിമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും സഖത അല ബഈറതി അഫ്റഹു ബിതൗബതി അബ്ദിഹി من أحدكم سقط على بعيره وقد أضله في أرض فلاطين متفق عليه. ربي ورتي അപ്പോൾ ഇവിടെ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രയിലായിരിക്കെ മരുഭൂമിയിൽ നിങ്ങളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു എന്ന് കരുതുക. പിന്നീട് അത് തിരിച്ചു ലഭിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ സന്തോഷം തന്റെ ദാസന്റെ തൗബയിൽ അള്ളാഹുവിനുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, അത്രയധികം തൗബക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ കുറ്റമറിയാതെ കുറ്റം ചെയ്താൽ, ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു പോയാൽ, ആ തെറ്റിൽ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കുമെന്ന്, ആ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഈ ഹദീസ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലൂടെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യജമാനനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കുന്നതാണ്. ബുഖാരിയിലെ 1191, മുസ്ലിം 2747 ആയിട്ടും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ മറ്റൊരു റിവായത്തിൽ കൂടെ പറയുന്നുണ്ട്. മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം, ഒരാള് മരുഭൂമിയിലൂടെ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു.
അതിനിടെ അയാളുടെ ഭക്ഷണവും വെള്ളവും വഹിച്ച ഒട്ടകം നഷ്ടപ്പെട്ടു. അതിൽ നിരാശനായ അയാള് ഒരു മരത്തണലിൽ കിടന്നു ഉറങ്ങി. ആ വാഹനം തിരിച്ചു കിട്ടുമെന്ന കാര്യത്തില് അവന് പൂർണ്ണ നിരാശനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒട്ടകം അവനെ സമീപിക്കുന്നു. അപ്പോൾ അതിന്റെ കടിഞ്ഞാൻ പിടിച്ച് അമിത സന്തോഷത്താൽ പറഞ്ഞു പോകുന്നു, അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ നാഥനും. സന്തോഷാധിക്യത്താൽ അബദ്ധം കാണിച്ചിരിക്കുകയാണവൻ. അടിമ തന്നിലേക്ക് തോപ ചെയ്ത് മടങ്ങുമ്പോൾ അല്ലാഹുവിന് ഈ മനുഷ്യനുണ്ടായതിനേക്കാൾ വലിയ സന്തുഷ്ടിയുണ്ടാകും. അതായത് ഇവിടെ സന്തോഷാധിക്യത്താല് താൻ പറഞ്ഞത് പോലും തെറ്റിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥന്, ഒട്ടകം നഷ്ടപ്പെട്ടവന് അത് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷാധിക്യത്താല് താൻ പറഞ്ഞത് പോലും തെറ്റിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക്, വളരെ ഗുരുതരമായ തെറ്റാണ് ഇദ്ദേഹം പറഞ്ഞത്, ആ പറഞ്ഞ ഒരു തെറ്റിലേക്ക് അദ്ദേഹം പോകുന്നതായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അത്രത്തോളം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്. അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് തന്റെ അടിമ തന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സന്തോഷവാനാണ് എന്നുള്ളതാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിലൂടെ വ്യക്തമാക്കി തരുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകലിൽ പാപം ചെയ്തവരോട് തൗബ സ്വീകരിക്കാൻ അല്ലാഹു രാത്രിയിൽ കരുണ വർഷിക്കുന്നു. രാത്രിയിൽ പാപം ചെയ്തവരോട് തൗബ സ്വീകരിക്കാൻ വേണ്ടി പകലിലും കരുണ വർഷിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ ഇത് തുടരുന്നതാണ്. മുസ്ലിം 2759 ഈ ഹദീസ് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ പകലുകളിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു രാത്രിയിൽ കരുണ വർഷിക്കുന്നു. രാത്രിയിൽ കരുണ വർഷിക്കൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മൾ തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ കാത്തിരിക്കുന്നു എന്നർത്ഥം. അല്ലാഹുവിന്റെ കരുണ ഉണ്ടാകുന്നു. നമ്മൾ തൗബ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുന്നു. അത് അല്ലാഹുവിന്റെ കരുണയാണ്. ഇനി രാത്രിയിലാണ് പാപം ചെയ്തതെങ്കിലോ പകലില് അദ്ദേഹം തൗബ ചെയ്യുകയാണെങ്കിൽ പകലിൽ അല്ലാഹുവിന്റെ കരുണ വർഷിക്കുന്നു. ചിന്തിക്കണം സഹോദരങ്ങളെ. 17ാമത്തെ ഹദീസ്, 2ാമത്തെ ബാബിലെ 17ാമത്തെ ഹദീസ്, അല്ല 2ാമത്തെ ബാബിലെ മൊത്തം 17ാമത്തെ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുന്നതാണ്. മുസ്ലിം 2713 ഈ ഹദീസ് വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയിട്ടല്ലാത്ത ഘട്ടത്തിലെല്ലാം ദാസൻ ചെയ്യുന്ന തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. തുർമദി 3531, അഹമ്മദ് 6160 എന്ന കിതാബിലും ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മുടെ തൗബ സ്വീകരിക്കുക. മരണമാസന്നമായിക്കൊണ്ട് റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോൾ അല്ലാഹുവേ, ഞാൻ തൗബ ചെയ്ത് മടങ്ങാം, എനിക്ക് തൗബ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തൗബ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഹദീസ് പറഞ്ഞല്ലോ. അടുത്ത സിർ ഇബ്നു ഹുബൈഷ് റളിയല്ലാഹു അൻഹു നിവേദനം, കുഫ തടവുന്നതിനെ കുറിച്ച് ചോദിക്കാൻ ഞാൻ സുഫ്വാൻ ഇബ്നു അസ്സാർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. താങ്കൾ എന്തിനാണ് വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. വിജ്ഞാനം ആഗ്രഹിച്ചു വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിശ്ചയം വിജ്ഞാനം തേടുന്നവർക്ക് അവരുടെ ആ പ്രവൃത്തിയോടുള്ള ഇഷ്ടം കാരണം മലക്കുകൾ ചിറക് താഴ്ത്തിക്കൊടുക്കും. ഞാൻ ചോദിച്ചു, മലമൂത്ര വിസർജനത്തിന് ശേഷം കുഫ തടവുന്നതിനെ കുറിച്ച് എന്റെ മനസ്സിൽ സംശയമുണ്ട്. താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണാണല്ലോ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വല്ലതും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, യാത്രയിലാണെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ 3 ദിവസം കുഫ് അയക്കേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനം, ഉറക്ക് തുടങ്ങിയ കാരണത്താൽ വുളൂ നഷ്ടപ്പെട്ടാൽ കുഫ് അയക്കേണ്ടതില്ല. തുടർന്ന് ഞാൻ ചോദിച്ചു, സ്നേഹത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ?
അദ്ദേഹം പറഞ്ഞു, അതേ, ഒരു യാത്രാവേളയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദേ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ശബ്ദത്തിൽ തന്നെ വിളികേട്ടുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ, ഞാൻ അഅറാബിയാണ്. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അവസ്ഥ പരിതാപകരമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലാണെന്ന് ഓർക്കുക. നബി സന്നിധിയിൽ ശബ്ദമുയർത്തുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ അഅറാബി അല്ലാഹുവാണ്, ഞാൻ ശബ്ദം താഴ്ത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരാൾ തന്നേക്കാൾ ഉന്നതനായ ആളുകളെ സ്നേഹിക്കുന്നു, നന്മകളിൽ അയാൾ അവരോടൊപ്പം എത്തിയിട്ടുമില്ല എങ്കിൽ അവൻ അത് ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചു. അക്കൂട്ടത്തിൽ പടിഞ്ഞാറുള്ള ഒരു വാതിലിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, അതിലെ വിശാലത എത്രത്തോളമാണെന്നോ അതിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തെത്താൻ 40 അല്ലെങ്കിൽ 70 വർഷം സഞ്ചരിക്കേണ്ടി വരും. ഷാമിന്റെ ഭാഗത്താണിത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ തൗബയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട നിലയിലാണ് അള്ളാഹു ആ വാതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ അത് അടയ്ക്കപ്പെടുകയില്ല. തുർമുദി 3529, അഹ്മദ് 4239 ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ആ അഅറാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് വിളിച്ചു. അദ്ദേഹം കുറച്ച് ശബ്ദത്തിലാണ് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ അദ്ദേഹത്തിന് വിളി കേട്ടു. കുറച്ചുകൂടി ശബ്ദം ഉയർത്തിയിട്ട് അതേ ശബ്ദത്തിൽ തന്നെ വിളി കേട്ടു. അഥവാ ഇതിലൊരു പ്രത്യേകമായിരിക്കുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ശബ്ദം കുറച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പിന്നെ ഞാൻ ശബ്ദം താഴ്ത്തില്ല എന്ന് പറഞ്ഞത്, എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടെ ശബ്ദത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതേ ശബ്ദത്തിൽ തന്നെ കുറച്ചു മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അള്ളാഹുവിന്റെ റസൂലിന് തന്റെ അനുചരന്മാരോടുള്ള, തന്റെ ആളുകളോടുള്ള, തന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹം വെളിവാക്കുകയായിരുന്നു. കാരണം അദ്ദേഹം ശബ്ദമുയർന്നതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹുവിന്റെ കോപം അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്ന ഒരു സ്നേഹമായിരിക്കുന്ന ഒരു ആഗ്രഹം കൂടി പ്രവാചകനിൽ ഉണ്ടായി. അതുകൊണ്ടാണ് പ്രവാചകൻ അതേ ശബ്ദത്തിൽ തന്നെ വിളി കേട്ടത്. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിലൂടെ ആ തോബയുടെ വാതിലിനെ കുറിച്ച് പറയപ്പെട്ടത് നമ്മൾ കണ്ടില്ലേ, തോബയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട നിലയിലാണ് അള്ളാഹു ആ വാതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പടിഞ്ഞാറ് സൂര്യന് ഉദിക്കുന്നത് വരെ അത് അടയ്ക്കപ്പെടുകയില്ല. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ അടിക്കുമ്പോഴാണ് പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക. അതുകൊണ്ട് തന്നെ ആ ഖിയാമത്ത് നാളിന്റെ മുമ്പായിക്കൊണ്ട് ആരെങ്കിലും തോബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു ആ തോബ പൂർണ്ണമായി സ്വീകരിക്കും. അത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം. അതിലെ ലവലേശം അനാത്മാർത്ഥത ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അതിലെ ആത്മാർത്ഥത, വളരെയേറെ ആത്മാർത്ഥതയുള്ള ഒരു തോബയാണെങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അല്ലാഹു സ്വീകരിക്കും എന്നാണ് നമുക്ക് ഈ ഹദീസുകളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസിന് മറ്റൊരു ഹദീസ് വളരെ വലിയ ഹദീസുകളാണ് തോബയെ കുറിച്ചുള്ളത്. നമുക്ക് അടുത്ത ഹദീസിലേക്ക് കടക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരാൾ 99 പേരെ കൊലപ്പെടുത്തി. പശ്ചാത്താപ ബോധം ഉദിച്ചപ്പോൾ ഉപദേശം തേടാനായ അയാൾ ഭൂമിയിലെ മഹാപണ്ഡിതനെ അന്വേഷിച്ചു. ആരാധനയിൽ മുഖീകരിക്കുന്ന ഒരാളെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. അയാൾ അദ്ദേഹത്തെ സമീപിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ 99 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് തോബയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് തോബയില്ല, നീ 99 പേരെ കൊന്നിട്ടുണ്ടോ, എന്നാൽ നിനക്ക് തോബയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അയാൾ ആ മനുഷ്യനെയും വധിച്ചു, ആ മഹാപണ്ഡിതനായിരിക്കുന്ന അയാളെയും വധിച്ചുകൊണ്ട് 100 തികച്ചു. വീണ്ടും അയാൾ മഹാപണ്ഡിതൻ അന്വേഷിച്ചു നടന്നു. മറ്റൊരു പണ്ഡിതനെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. അദ്ദേഹത്തെയും സമീപിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ഞാൻ 100 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? പണ്ഡിതൻ പറഞ്ഞു, അതെ, തൗബയുടെയും നിന്റെയും ഇടയിൽ പ്രതിബന്ധമായി ഒന്നുമില്ല. നീ ഇന്ന നാട്ടിലേക്ക് പോവുക. അവിടെ അള്ളാഹുവിനെ ആരാധിച്ചു കഴിഞ്ഞുകൂടുന്ന ചിലരുണ്ട്. അവരോട് കൂടെ നീയും അള്ളാഹുവിനെ ആരാധിക്കുക. പിന്നീട് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരരുത്, അത് ദുഷിച്ച നാടാണ്. അയാൾ അങ്ങനെ അങ്ങോട്ട് യാത്രയായി. പശ്ചാത്താപ മനസ്സോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? നല്ല നാട്ടിലേക്ക്, ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത നല്ല നാട്ടിലേക്ക് യാത്രയായി. വൈമധ്യേ അയാൾക്ക് മരണമാസന്നമായി. അയാൾ കാരുണ്യത്തിന്റെയും ശിക്ഷയുടെയും മലക്കുകൾ ആ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കമായി. അഥവാ അദ്ദേഹത്തിന്റെ ആത്മാവ് കൊണ്ടുപോകാൻ രണ്ട് വിഭാഗം മലക്കുകള് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് കാരുണ്യത്തിന്റെ മലക്കുകളും ഉണ്ടായിരുന്നു, ശിക്ഷയുടെ മലക്കുകളും ഉണ്ടായിരുന്നു. അതിലെ ശിക്ഷയുടെ മലക്കുകളും കാരുണ്യത്തിന്റെ മലക്കുകളും കൂടെ തർക്കം നടക്കുകയാണ് ആത്മാവ് കൊണ്ടുപോകാൻ വേണ്ടി. കരുണയുടെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു പുറപ്പെട്ടവനാണ്, ഇയാളുടെ ആത്മാവിനെ സ്വീകരിക്കേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ യാതൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, ഇയാളെ 100 പേരെ കൊന്നവനാണ്, അതുകൊണ്ട് ഈ ആത്മാവിനെ ഞങ്ങൾ കൊണ്ടുപോകും. ഇയാൾ യാതൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ആത്മാവിനെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് ശിക്ഷയുടെ മലക്കുകളും പറഞ്ഞു. അപ്പോൾ അവിടേക്ക് മനുഷ്യരൂപത്തിൽ മറ്റൊരു മലക്ക് വന്നു. അവർ ആ മലക്കിനോട് അവരുടെ തർക്കകാര്യത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ആവശ്യപ്പെട്ടു. അത് സ്വീകരിച്ചുകൊണ്ട് ആ മലക്ക് പറഞ്ഞു, ഇയാൾ പുറപ്പെട്ട സ്ഥലത്തേക്കും ഇയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുമുള്ള ദൂരം നിങ്ങൾ അളന്നു നോക്കുക. ഏത് പ്രദേശമാണോ അടുത്തത്, ഇയാൾ ആ സ്ഥലത്തെ ആളാണെന്ന് കണക്കാക്കണം. അങ്ങനെ അവർ അളന്നു. ആ മനുഷ്യൻ ലക്ഷ്യമാക്കിയ സ്ഥലത്തേക്കാണ് അടുത്തത് എന്ന് മനസ്സിലായി. അങ്ങനെ കാരുണ്യത്തിന് മലക്കുകൾ അയാളുടെ ആത്മാവിനെ സ്വീകരിച്ചു. ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു 6374. മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു 2766. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സ് നന്നായാൽ, നമ്മുടെ ഹൃദയം സംശുദ്ധമാണെങ്കിൽ, പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യസ്ഥാനം നല്ല നന്മയുടെ ലക്ഷ്യസ്ഥാനമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്തലം സ്വീകരിക്കും എന്നുള്ളത് കൂടി. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ആ തെറ്റുകളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളെയൊക്കെ പൊറത്തു തരും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഹദീസ് തന്നെ മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നല്ല നാട്ടിലേക്ക് ഒരു ചാൺ അടുത്തായിരുന്നു എന്നാണുള്ളത്. മറ്റൊരു നിവേദനത്തില് ഇയാൾ പുറപ്പെട്ട നാടിന് അകലുക എന്നും ലക്ഷ്യമാക്കിയ നാടിന് അടുക്കുക എന്നും അള്ളാഹു സന്ദേശം നൽകിയ ശേഷം ആ 2 നാടുകളിലേക്കുമുള്ള ദൂരം അളക്കാൻ അള്ളാഹു പറഞ്ഞു എന്നാണ്. അങ്ങനെ അവർ അളന്നു. അപ്പോൾ ലക്ഷ്യമാക്കിയ നാട്ടിലേക്ക് ഒരു ചാൺ അടുത്തതായി കണ്ടെത്തിയെന്നും അത് കാരണം അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നുമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ നെഞ്ചുകൊണ്ട് നല്ല നാടിന്റെ ഭാഗത്തേക്ക് അയാൾ അടുത്തിരുന്നുവെന്നും മറുനാടിൽ നിന്ന് അകന്നിരുന്നുവെന്നുമാണ് ഉള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നല്ല നാടിലേക്ക് അടുത്തവരാണ്. നല്ല നാടിലേക്ക് അടുത്തു എന്തിന്റെ പേരിൽ? അദ്ദേഹം തൗബ ചെയ്തു മടങ്ങാൻ, പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള താല്പര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം നല്ല നാട്ടിലേക്ക് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നല്ല ആത്മാവായിട്ട് കാരുണ്യത്തിന്റെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ചീത്ത നാടിനെ അയാൾ വെറുത്തിരുന്നു. ചീത്ത പ്രവർത്തികളെ അയാൾ വെറുത്തുകൊണ്ടാണ് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്താപവുമായിട്ട് അയാൾ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം. കഅബ് റളിയല്ലാഹു അൻഹു അന്ധനായപ്പോൾ അദ്ദേഹത്തെ കൈപിടിച്ച് നയിച്ചിരുന്നത് മകൻ അബ്ദുള്ളയായിരുന്നു. അബ്ദുള്ള പറയുന്നു, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന കാരണമുണ്ടായ സംഭവങ്ങൾ പിതാവ് വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തബൂക്ക് യുദ്ധമല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച ഒരു യുദ്ധത്തിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. വളരെ വലിയൊരു ഹദീസാണിത്. ബഹുമാനപ്പെട്ട
കഅബ് അബ്ദുല്ലാഹിബിന് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു തൗബയുടെ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹദീസാണിത്. നമുക്ക് ഈ ഹദീസ് കൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം. അപ്പോ അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ബദറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലെന്നത് ശരിയാണ്. പക്ഷേ ബദറിൽ പങ്കെടുക്കാത്തവരാരും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ബദർ നടന്ന അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും ഖുറൈശി കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു. അവരും ശത്രുക്കളും ഏറ്റുമുട്ടിയത് മുൻ തീരുമാനമില്ലാതെയായിരുന്നു. അഖബ രാത്രിയിൽ ഇസ്ലാം സ്വീകരിച്ച് കരാറുണ്ടാക്കിയ സംഭവത്തിൽ ഞാൻ നബിയോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട് എന്നത് ബദറിൽ പങ്കെടുക്കാനായിട്ടില്ലെങ്കിലും എനിക്ക് ആശ്വാസമേകുന്നു. ബദറിൽ പങ്കെടുക്കുക എന്നത് അഖബ രാത്രിയേക്കാൾ ഉത്തമമായി എനിക്ക് തോന്നുന്നില്ല. അഖബയേക്കാൾ ജനങ്ങൾ പ്രാധാന്യം നൽകുന്നത് ബദറിനാണെങ്കിലും തബൂക്ക് യുദ്ധ സന്ദർഭത്തിൽ എന്റെ അവസ്ഥ വളരെ മെച്ചമായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര സമ്പന്നനോ ശക്തനോ ആയിരുന്നില്ല ഞാൻ. അള്ളാഹുവാണ് അന്ന് എനിക്ക് 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും 2 വാഹനങ്ങൾ ഒന്നിച്ചെനിക്കുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഉദ്ദേശിച്ചാൽ അത് വ്യംഗ്യമായി സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ യുദ്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രഖ്യാപിച്ചു. കാരണം അത്യുഷ്ടകാലമായിരുന്നു അന്ന്. അത് മരുഭൂമിയിലൂടെ ദീർഘയാത്ര ചെയ്യേണ്ടതുണ്ട്. വമ്പിച്ച സേനയെയാണ് അഭിമുഖീകരിക്കേണ്ടതും. അതിനാലാണ് മുസ്ലിങ്ങൾ യുദ്ധസാമഗ്രികൾ തയ്യാർ ചെയ്യുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വ്യക്തമാക്കി കൊടുത്തത്. ഈ യുദ്ധത്തിൽ ധാരാളം മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കാത്തിടത്തോളം തന്റെ സാന്നിധ്യം അറിയില്ലെന്ന് കരുതിയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരിൽ അധികവും മാറി നിന്നത്. കൊടും ചൂടിൽ തണലുകൾ രൂപപ്പെടുകയും പഴങ്ങൾ പാകമാവുകയും ചെയ്ത സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാഹ്വാനം നടത്തിയത്. ഞാനാകട്ടെ പഴങ്ങളിൽ ആകൃഷ്ടനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും യുദ്ധത്തിന് തയ്യാറെടുപ്പ് തുടങ്ങി. ആ തയ്യാറെടുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കുചേരാനായി എല്ലാ പ്രഭാതത്തിലും ഞാൻ പോകും. പക്ഷേ ഒന്നും നിർവഹിക്കാതെ തിരിച്ചു വരാറായിരുന്നു പതിവ്. ഉദ്ദേശിച്ചാൽ എനിക്കത് പ്രയാസമുണ്ടാവില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞാനിങ്ങനെ ഉദാസീനതായി കഴിയവേ ജനങ്ങളെല്ലാം തകൃതിയായി തയ്യാറെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കൊരു സുപ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും യുദ്ധത്തിന് പുറപ്പെട്ടു. ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല. അതിനുശേഷവും ഞാൻ പുറത്തിറങ്ങി ഒന്നും നിർവഹിക്കാതെ തിരിച്ചു പോന്നു. ഈ അലംഭാവം ഞാൻ തുടർന്നു കൊണ്ടിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരനും അതിവേഗം യാത്ര ചെയ്തു. വളരെ അകലെയായി. അപ്പോൾ പെട്ടെന്ന് അവരോടൊപ്പം എത്തണമെന്ന തോന്നലുണ്ടായെങ്കിലും ഞാൻ പുറപ്പെട്ടില്ല. അപ്പോഴെങ്കിലും ഞാൻ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ എനിക്കതിന് കഴിഞ്ഞതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ശേഷം പുറത്തിറങ്ങി നോക്കിയപ്പോൾ കപടവിശ്വാസിയായി മുദ്രകൊത്തപ്പെട്ടവരോ ദുർബലരായതിനാൽ ഇളവ് ലഭിച്ചവരോ അല്ലാതെ യുദ്ധത്തിന് പോകാത്തവരായ ആരെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതെന്നെ വളരെയേറെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. തബൂക്കിലെത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അന്വേഷിച്ചിരുന്നില്ല. അവിടെ എത്തിയ ശേഷം മുസ്ലിങ്ങൾക്കിടയിലിരിക്കെ അവിടുന്ന് ചോദിച്ചു, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്താണ് വരാതിരിക്കുന്നത്? അപ്പോൾ ബനൂ സലമ ഗോത്രത്തിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വസ്ത്രാലങ്കാരവും അഹന്തയും അദ്ദേഹത്തെ തടഞ്ഞിരിക്കുന്നു. ഇത് കേട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ പറഞ്ഞത് വളരെ മോശമാണ്. അല്ലാഹുവാണ് അല്ലാഹുവിന്റെ റസൂലേ, നല്ലതല്ലാത്തതൊന്നും അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അകലെ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മരീചിക അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുന്നു. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ ഖൈസമല്ലേ? അതെ, അബൂ ഖൈസമ തന്നെയായിരുന്നു. ഒരു സഹായിക്കാരൊക്കെ ദാനം ചെയ്തതിന് മുനാഫിക്കുകൾ കളിയാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അബൂ ഖസമ റളിയല്ലാഹു അൻഹു എത്തിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സംസാരിച്ചത്. കഅബ് റളിയല്ലാഹു അൻഹു തുടരുന്നു, യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ടായി. ഒരു കളവ് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. നാളെ ഞാൻ എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഞാൻ ആത്മഗതം ചെയ്തു.
അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വിഷയത്തിൽ കുടുംബത്തിലെ ആലോചനാശേഷിയുള്ള ഓരോരുത്തരോടും ഞാൻ സഹായം തേടാൻ തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെത്തി എന്ന വിവരം കേട്ടപ്പോൾ മെനഞ്ഞുണ്ടാക്കിയ അസത്യങ്ങളും അടവുകളും പ്രയോഗിക്കുന്നതിൽ ഞാൻ അശക്തനായി. ഒരു നിലക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറയാൻ ഞാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെത്തി. യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കും. ശേഷം അല്പസമയം ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തപ്പോൾ യുദ്ധത്തിന് പോകാത്തവർ തിരുസന്നിധിയിൽ ചെന്നു കാരണം ബോധിപ്പിച്ചു, സത്യം ചെയ്തു. 80-ലധികം ആളുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അവർ പറഞ്ഞ കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അവരുമായി ചില ഉടമ്പടികൾ ചെയ്തു. അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും അവരുടെ രഹസ്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ ചെന്ന് സലാം പറഞ്ഞപ്പോൾ ദേഷ്യമുള്ളവർ പുഞ്ചിരിക്കും പോലെ അവിടുന്ന് പുഞ്ചിരിച്ചു. എന്നോട് അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലിരുന്നു. അവിടുന്ന് ചോദിച്ചു, എന്താണ് നിന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? നീ വാഹനം വാങ്ങിയിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ആണ്, അങ്ങയെയല്ലാത്ത ആരുടെ മുമ്പിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് രക്ഷപ്പെടാൻ എനിക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനുള്ള സംസാര വൈഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങേക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാവാതിരിക്കാൻ ഞാൻ ഒരു കളവ് പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹു തങ്ങളെ എന്നോട് വെറുപ്പുള്ളവനാക്കുമെന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ തീർച്ചയായും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവാണ്, യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് യാതൊരു പ്രതിബന്ധവും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവാണ് സത്യം, ഞങ്ങളുടെ കൂടെ വരാതെ ഒഴിഞ്ഞു നിന്നപ്പോൾ ഉണ്ടായിരുന്നത്ര സാമ്പത്തിക ശേഷിയും അല്ലാഹുവാണ് സത്യം, തങ്ങളുടെ കൂടെ വരാതെ ഒഴിഞ്ഞു നിന്നപ്പോൾ ഉണ്ടായിരുന്നത്ര സാമ്പത്തിക ശേഷിയും ശാരീരിക ആരോഗ്യവും മുമ്പൊരിക്കലും എനിക്കുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതാ അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അല്ലാഹു താങ്കളുടെ കാര്യത്തിൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ബനൂ സലമ ഗോത്രത്തിലെ കുറച്ചാളുകൾ ഇത് കേട്ട് പ്രക്ഷുബ്ധരായി എന്നെ പിന്തുടർന്നു. അല്ലാഹുവാണ്, ഇതിനു മുമ്പും താങ്കൾ ഒരു പാപവും ചെയ്തതായി ഞങ്ങൾക്കറിയില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നവർ മുനാഫിഖുകൾ കാരണം ബോധിപ്പിച്ചതുപോലെ താങ്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കാരണം ബോധിപ്പിക്കാത്തതിനാലാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഒരു കളവ് പറയുക എന്ന പാപത്തിന് പരിഹാരമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പാപമോചന പ്രാർത്ഥന മതിയാകുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് നേരത്തെ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞാലോ എന്നുവരെ ഞാൻ ചിന്തിച്ചുപോയി. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, മറ്റാരെങ്കിലും എന്നെ പോലെ പറഞ്ഞിരുന്നുവോ? അവർ പറഞ്ഞു, താങ്കളെപ്പോലെ 2 പേര് കൂടിയുണ്ട്. അവരും നബിയെ സമീപിച്ചു. താങ്കൾ പറഞ്ഞതുപോലെ പറഞ്ഞു. താങ്കളോട് പറഞ്ഞതുപോലെയാണ് അവരോടും പറഞ്ഞത്. ആ 2 പേർ ആരാണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, മുറാത്ത് ഇബ്നു റബീഅത്തുൽ അംരി റളിയല്ലാഹു അൻഹും ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹുവാണ്. എന്നീ ബദറിൽ പങ്കെടുത്ത മാതൃകാ പുരുഷന്മാരായ 2 വ്യക്തികളെ എനിക്ക് അവർ പറഞ്ഞു തന്നു. അത് കേട്ട് ഞാൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ഞങ്ങൾ 3 പേരോട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അങ്ങനെ ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിച്ചു. ഞങ്ങളുടെ ഈ സമീപനം കാരണം ജനങ്ങളുടെ ഈ സമീപനം കാരണം സ്വന്തം നാടിനോട് തന്നെ എനിക്ക് വെറുപ്പായി. എനിക്കറിയുന്ന പ്രദേശമല്ല ഇത് എന്ന അവസ്ഥ വന്നു. ഈ അവസ്ഥയിൽ ഞങ്ങൾ 50 ദിവസം കഴിച്ചുകൂട്ടി. എന്റെ സ്നേഹിതന്മാർ 2 പേരും മുറാറത്തും ഹിലാലും അവരുടെ വീടുകളിൽ കരഞ്ഞുകൊണ്ട് ഒളിച്ചു കഴിയുകയായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരനും ശക്തനുമായിരുന്നു ഞാൻ പുറത്തിറങ്ങുകയും ജനങ്ങളുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുകയും അങ്ങാടിയിൽ ചുറ്റി നടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരാളും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലും, സലാം ചൊല്ലും. അവിടുന്ന് സലാം അടക്കിക്കൊണ്ട് ചുണ്ടനക്കിയോ അതോ അനക്കിയില്ലേ എന്ന് ഞാൻ മനസ്സിൽ ചോദിക്കും. പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ നിസ്കരിക്കാൻ നിൽക്കും. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒളിഞ്ഞു നോക്കുകയും ചെയ്യും. ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടുന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യും. മുസ്ലിങ്ങളുടെ ഈ പിണക്കം ദീർഘകാലം തുടർന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ഞാൻ ചെന്ന് അബൂ ഖതാദയുടെ തോട്ടത്തിന്റെ മതിൽ ചാടിക്കടന്ന് എന്റെ പിതൃവ്യപുത്രനും ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്നു ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഖതാദ, അള്ളാഹുവിന്റെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു.
എന്ന് നിനക്കറിയില്ലേ? അബൂ ഖുതാദ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും അബൂ ഖുതാദ മൗനം അവലംബിച്ചു. ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പോൾ എന്റെ കണ്ണുനീർ നിറഞ്ഞൊഴുകി ഞാൻ മതിൽ ചാടിക്കടന്നു തിരിച്ചു പോന്നു. ഒരിക്കൽ ഞാൻ മദീനയിലെ ചന്തയിലൂടെ നടക്കുമ്പോൾ തെരുവിൽ ഭക്ഷ്യവിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന ഷാമുകാരനായ ഒരു കർഷകൻ ആരാണ് കഅബ് ഇബ്നു മാലിക്കിനെ എനിക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടു. ജനങ്ങൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നെ സമീപിച്ചു. ഗസ രാജാവിൽ നിന്നുള്ള ഒരു എഴുത്ത് തന്നു. എനിക്ക് വായിക്കാൻ അറിയാമായിരുന്നു. ഞാനത് വായിച്ചു. അതിലിങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: പ്രാരംഭ മുറകൾക്ക് ശേഷം നിശ്ചയം താങ്കളുടെ നേതാവ് താങ്കളോട് പിണങ്ങി എന്ന വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അള്ളാഹു താങ്കളെ നിന്ദയുടെയും അപമാനങ്ങളുടെയും പ്രദേശത്താക്കിയിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് ചേരുക, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാം. കത്ത് വായിച്ചു. ഇതും ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുപ്പിന്റെ അടുത്ത് ചെന്ന് ആ എഴുത്ത് കത്തിച്ചു കളഞ്ഞു. 40 ദിവസം കഴിഞ്ഞിട്ടും വഹി ലഭിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ എന്നെ സമീപിച്ചു പറഞ്ഞു, താങ്കൾ ഭാര്യയിൽ നിന്നും അകന്നു നിൽക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അവളെ തലാഖ് ചൊല്ലേണ്ടതുണ്ടോ? ദൂതൻ പറഞ്ഞു, വേണ്ട, പക്ഷേ താങ്കൾ അവളെ സമീപിക്കരുത്. ഇതേ നിർദ്ദേശം എന്റെ 2 സ്നേഹിതർക്കും ലഭിച്ചിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിലേക്ക് പോകുക. ഈ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നത് വരെ നീ അവരുടെ കൂടെ താമസിക്കുക. എന്നാൽ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഹിലാൽ വയോവൃദ്ധനാണ്, അദ്ദേഹത്തിന് പരിചാരകർ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചരിക്കുന്നത് താങ്കൾ വെറുക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, പക്ഷെ അദ്ദേഹം നിന്നെ സ്പർശിക്കരുത്. അപ്പോൾ ഹിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. അള്ളാഹുവാണ് ഈ സംഭവം ഉണ്ടായത് മുതൽ ഇന്ന് വരെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞപ്പോൾ എന്റെ കുടുംബത്തിലെ ചിലർ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ കാര്യത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചുകൂടെ? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സമ്മതം ചോദിക്കില്ല. ഞാനൊരു യുവാവായിരിക്കെ അവരുടെ കാര്യത്തിൽ സമ്മതം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ 10 ദിവസം കൂടി കഴിഞ്ഞു. 50-ാം ദിവസം പ്രഭാതത്തിൽ ഞാൻ വീടിന് മുകളിൽ നിന്ന് സുബഹി നിസ്കരിച്ചിരിക്കുകയായിരുന്നു. അള്ളാഹു ഞങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഭൂമി വിശാലമാക്കിയിരിക്കെ ഇടുങ്ങിയതും മനസ്സ് കുടുങ്ങിയതുമായ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ സൽഅ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഖൈബർ റളിയല്ലാഹു അൻഹു, താങ്കൾ സന്തോഷിക്കുക. അപ്പോൾ ഞാൻ സുജൂദിൽ വീണു. നിശ്ചയം മോചനം വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിച്ച വിവരം അന്ന് സുബഹി നിസ്കരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിച്ചിരുന്നു. ജനങ്ങൾ ഞങ്ങളെ സന്തോഷമറിയിക്കാനുള്ള ധൃതിയിലായിരുന്നു. എന്റെ സ്നേഹിതരുടെ അടുത്തേക്കു സന്തോഷ വാർത്ത അറിയിക്കുന്നവർ പോയിരുന്നു. ഒരാൾ അതിവേഗത്തിൽ കുതിരയെ ഓടിച്ച് എന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അസ്ലം ഖബീലയിൽപ്പെട്ട ഒരാൾ എന്റെ അടുത്തേക്ക് ഓട്ടം തുടങ്ങി. ഒരു മലയിൽ കയറിയയാൾ വിളിച്ചു പറഞ്ഞ ശബ്ദമാണ് കുതിരയേക്കാൾ വേഗത്തിൽ എന്റെ അടുത്തെത്തിയത്. അദ്ദേഹം എന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ധരിച്ചിരുന്ന 2 വസ്ത്രവും അദ്ദേഹത്തിന് അയച്ചു സമ്മാനിച്ചു. അള്ളാഹുവാണ്, അന്നെനിക്ക് അത് രണ്ടുമല്ലാതെ വേറെ വസ്ത്രമില്ലായിരുന്നു. പിന്നെ ഞാൻ 2 വസ്ത്രം വായ്പയായി വാങ്ങി ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നടന്നു. വഴിയിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് തൗബ സ്വീകരിച്ചതിൽ എന്നെ അനുമോദിച്ചു കൊണ്ടിരുന്നു. അവരെന്നോട് പറഞ്ഞു, അല്ലാഹു താങ്കളുടെ തൗബ സ്വീകരിച്ചതിൽ ആശംസകൾ. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ജനങ്ങളുമുണ്ട്. എന്നെ കണ്ടതും തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് ഹസ്തദാനം ചെയ്യുകയും അനുമോദിക്കുകയും ചെയ്തു. മുഹാജിറുകളിൽ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാതെ ആരും എഴുന്നേറ്റിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഖൈബർ റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം ഒരിക്കലും മറക്കുകയുമില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അപ്പോൾ സന്തോഷത്താൽ പ്രസന്നമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിൽ മാതാവ് താങ്കളെ പ്രസവിച്ചത് മുതൽ ഇന്ന് വരെ ഇത്ര നല്ലൊരു ദിവസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ആഹ്ലാദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സന്തോഷ വാർത്ത താങ്കളിൽ നിന്നോ അതല്ല അള്ളാഹുവിൽ നിന്നോ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നാണ്. സന്തോഷാവസരത്തിലാണ് അമ്പിളിക്കീർ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായിരുന്നതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ സമ്പത്തിലൊരു ഭാഗം അള്ളാഹുവിനും റസൂലിനും വേണ്ടി സദഖയായി മാറ്റിവെക്കുമെന്നത് എന്റെ തോബയിൽപ്പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കളുടെ സമ്പത്തിൽ കുറച്ചു താങ്കൾ തന്നെ കൈവശം വെക്കുക, അതാണ് താങ്കൾക്ക് ഗുണകരം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഖൈബറിൽ നിന്ന് എനിക്ക് ലഭിച്ച വിഹിതം ഞാൻ സൂക്ഷിക്കാം. വീണ്ടും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യം മുറുകെ പിടിച്ചത് കൊണ്ടാണ് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയത്. നിശ്ചയം ജീവിതകാലം അത്രയും സത്യമല്ലാതെ പറയില്ലെന്നും എന്റെ തോബയിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് മുതൽ സത്യം പറയുന്നതിന് എനിക്ക് തന്നെ അനുഗ്രഹത്തേക്കാൾ നല്ല അനുഗ്രഹം മുസ്ലിങ്ങളിൽ ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അള്ളാഹുവാണ് സത്യം. റസൂലുള്ളാഹിയോട് ഞാനിത് പറഞ്ഞത് മുതൽ കളവ് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ഇനിയും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അള്ളാഹു എന്നെ കളവ് പറയുന്നതിൽ നിന്ന് കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഅബ് റളിയല്ലാഹു അൻഹു തുടർന്നു, അള്ളാഹു ഞങ്ങളുടെ കാര്യത്തിൽ ഈ ആയത്തുകളാണ് അവതരിപ്പിച്ചത്. വിഷമഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന അൻസാറുകളുടെയും മുഹാജിറുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. വലിയ വിഷമം കാരണം അവരിലൊരു വിഭാഗത്തിൽ ഹൃദയങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാനടുത്തതിനു ശേഷം അള്ളാഹു അവരുടെ തോപ സ്വീകരിച്ചു. അള്ളാഹു അവരോട് വളരെ വാത്സല്യമുള്ളവനും കരുണയുള്ളവനുമാകുന്നു. പ്രവിശാലമായിരിക്കെ ഭൂമി ഇടുങ്ങിയതായും മനസ്സുകൾ തന്നെ ഇടുങ്ങിയതായും അനുഭവപ്പെടുകയും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനിലേക്ക് തന്നെയല്ലാതെ അഭയമില്ലെന്ന് ധരിക്കുകയും ചെയ്യുന്നത് വരെ തീരുമാനം പിന്തിപ്പിക്കപ്പെട്ട മൂന്നാളുടെ തോബയും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അവർ തോബ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു അവർക്ക് തോബയെ തോന്നിപ്പിച്ചു. നിശ്ചയം അള്ളാഹു തോബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യം പറയുന്നവരോടൊപ്പമാവുകയും ചെയ്യുക. തോബ സൂറത്ത് 117, 118, 119 ആയത്താണ്. ഈ ആയത്താണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചത്. വീണ്ടും ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവാണ് അള്ളാഹു എനിക്ക് ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞ സത്യത്തെക്കാൾ മഹത്തായ ഒരു അനുഗ്രഹവും അള്ളാഹു ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവ് പറയാതിരിക്കാൻ അള്ളാഹു എന്നെ സഹായിച്ചു. അന്ന് കളവ് പറഞ്ഞിരുന്നെങ്കിൽ കളവ് പറഞ്ഞ് ചിലർ നശിച്ചതുപോലെ ഞാനും നശിക്കുമായിരുന്നു, പരാജയപ്പെടുമായിരുന്നു. കളവ് പറഞ്ഞവരെ കുറിച്ചിറങ്ങിയ ദിവ്യവചനങ്ങളിൽ മറ്റാരെ കുറിച്ചും പറയാത്തത്ര ഗൗരവമുള്ള പദങ്ങളാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ അവരിലേക്കോ തിരിച്ചു ചെന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്യും. നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിയുക. നിശ്ചയം അവർ ദുസ്വഭാവികളാണ്. ദുഷ്പ്രവർത്തനം കാരണം അവരുടെ സങ്കേതം നരകമാകുന്നു. അവർ നിങ്ങളോട് സത്യം ചെയ്യുന്നത് നിങ്ങൾ അവരെ കുറിച്ച് തൃപ്തരാവാൻ വേണ്ടിയാണ്. നിങ്ങൾ അവരെ കുറിച്ച് തൃപ്തരായാലും ശരി, ദുഷ്കർമ്മികൾ അല്ലാഹു തൃപ്തിപ്പെടുന്നതല്ല. പ്രിയപ്പെട്ടവരെ, വളരെ തോബ 95, 96 ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. കളവ് പറഞ്ഞവരെ കുറിച്ച് വന്ന ആയത്താണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. വീണ്ടും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ 3 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സത്യം പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന് കാരണം ബോധിപ്പിക്കുകയും സ്വീകരിക്കപ്പെടുകയും കരാർ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനം തേടുകയും ചെയ്തവരുടെ കാര്യത്തെക്കാൾ ഞങ്ങളുടെ കാര്യം പിന്തിക്കപ്പെട്ടു. ഞങ്ങൾക്ക് പരിഗണന ലഭിച്ചില്ല. ഞങ്ങളുടെ കാര്യം അള്ളാഹു തീരുമാനിക്കുന്നത് വരെ നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് തീരുമാനം പിന്തിക്കപ്പെട്ട 3 പേരുടെ എന്ന ആശയം വരുന്ന സൂക്തം അവതരിപ്പിച്ചത്. ഞങ്ങൾ പിന്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടുദ്ദേശം യുദ്ധകാര്യത്തിൽ ഞങ്ങൾ പിന്തിക്കപ്പെട്ടു എന്നല്ല, നേരത്തെ കാരണം ബോധിപ്പിക്കുകയും സത്യം ചെയ്യുകയും ചെയ്തവരുടെ കാരണങ്ങൾ അംഗീകരിക്കപ്പെട്ട പ്രകാരം അംഗീകരിക്കപ്പെടാതെ ഞങ്ങൾ പിന്തിക്കപ്പെട്ടു എന്നാണ്.
ബുഖാരി 886, മുസ്ലിം 2769 ഈ ഹദീസ് വന്നിട്ടുണ്ട്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ട വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച യാത്ര പുറപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പകൽ പൂർവാഹന ദുഹാ സമയത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിന്ന് തിരിച്ചെത്താറില്ലായിരുന്നുവെന്നും നാട്ടിലെത്തിയാൽ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കുമായിരുന്നു എന്നുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കളവ് പറയുന്നതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരു കള്ളസത്യം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും അത് ചെയ്യാതിരിക്കുന്നവർക്കുള്ള നേട്ടവും എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു ഹദീസ്, ഈ ഒരു നീണ്ട ഹദീസിലൂടെ നമുക്ക് ബോധ്യമാകുന്നു. ഇന്ന് പല ആളുകളും സംഘടനാ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, സംഘടന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും സത്യം ചെയ്യാറുണ്ട്. വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ സത്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ സംഘടനയുടെ നിലനിൽപ്പ് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ സംഘടനാപരമായിരിക്കുന്ന ലക്ഷ്യങ്ങളെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ സമ്പത്ത്, തൻ്റെ അധികാരത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വന്നിട്ട്, കോടതിയുടെ മുന്നിൽ ചെന്നിട്ട്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വന്നിട്ട് കളവ് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കളവാണ്, യുദ്ധത്തിന് പോകാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മുട്ടുനായത്വം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. പക്ഷേ ഇവിടെ കളവ് പറയാതെ സത്യം പറഞ്ഞവർക്ക് ഇവിടെ വളരെയേറെ നേട്ടമുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ തൗബ സ്വീകരിക്കുകയും അവരുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തുകൾ പിന്തിക്കപ്പെട്ട 3 പേരുടെ പേരിൽ വഹിയിറങ്ങുകയും ചെയ്തു. അങ്ങനെ അല്ലാഹുവിന്റെ അപാരമായിരിക്കുന്ന കാരുണ്യം അവർക്ക് വർഷിക്കുകയുണ്ടായി. അതാണ് കളവ് പറയുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. ഒരു ചെറിയ കളവ് അവിടെ പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് പല സഹാബാക്കളും അങ്ങനെ പറഞ്ഞതും നമ്മൾ കേട്ടല്ലോ. സഹോദരങ്ങളെ, എന്നിട്ട് പോലും അതൊന്നും ഏറ്റെടുക്കാതെ, കളവ് തീരെ പറയാതെ സത്യം സത്യസന്ധമായി കൊണ്ട് പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന് ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ 50ഓളം ദിവസം വളരെയേറെ കഷ്ടത അനുഭവിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷണം കൂടെ നേടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ സ്വീകരിക്കാൻ വന്നു. ഇന്നെന്താ അവസ്ഥ? ഇന്ന് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ആളുകളുടെ മാറ്റി നിർത്തപ്പെട്ടാൽ അദ്ദേഹത്തെ വല വീശി പിടിക്കാൻ ആളുകളുണ്ട്. ആ വല വീശി പിടിക്കാൻ ആളുകൾ അപ്പോഴേക്കും അവരോടൊപ്പം കൂടാൻ ആളായി. അങ്ങനെ ആളായി അവരുടെ കൂടെ ചേരുകയും ഇവർക്കത് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ വാളെടുത്ത് വിട്ടാമല്ല കേട്ടോ, നീ അങ്ങനെ വിചാരിക്കണ്ട. യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു, ഇപ്പൊ ഉദാഹരണത്തിന് പാർട്ടിക്കാരാവട്ടെ, രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, ഇന്നത്തെ അവസ്ഥ എന്താ? രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നത്, ഒരാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റു പാർട്ടിക്കാർ വന്നിട്ട് അയാളെ വല വീശി പിടിക്കുകയും തുടർന്ന് അദ്ദേഹം ആ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ പാർട്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നടക്കുന്നു. അങ്ങനെ സംഘടനാ ലെവലിലായാലും ഏത് രീതിയിലായാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഹദീസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു. ഇതാണ് അവരനുഭവിച്ച ത്യാഗങ്ങൾ. ഇസ്ലാമായതിന്റെ പേരിൽ, സത്യം പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിനെ അനുസരിച്ചതിന്റെ പേരിൽ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരിച്ചതിന്റെ പേരിൽ, നിസാരമായിരിക്കുന്ന യുദ്ധത്തിന് പോകാതിരുന്നതിന്റെ ഒരു പേരിൽ അവർ 50 ദിവസത്തോളം വളരെയേറെ കഷ്ടത അനുഭവിച്ചു. പക്ഷേ ആ കഷ്ടതയ്ക്ക് ആ ഒരു പ്രശ്നത്തിന് അത്രയും കാലം ക്ഷമിച്ചതിന് അവർക്ക് അതിയായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. നമുക്കെന്തെങ്കിലും ഒരു ചെറിയ നിസാരമായിരിക്കുന്ന പ്രശ്നം വരുമ്പോ, ചെറിയ നിസാരമായിരിക്കുന്ന പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോ നമ്മളപ്പോൾ എന്തെല്ലാമൊക്കെയോ വിളിച്ചു പറയുന്നു. നമ്മൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സാമ്പത്തികമായി ചെറിയ പ്രശ്നം വന്നാൽ, ശാരീരികമായി ചെറിയൊരു പ്രശ്നം വന്നാൽ, അസുഖം വന്നാൽ,
നമ്മൾ അപ്പോഴേക്കും അള്ളാഹുവിനെ മറക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ മറക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് കരയുകയോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇവിടെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബാക്കൾ, സത്യത്തിൽ നിലനിന്നിരുന്ന സഹാബാക്കൾ അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് 50 ദിവസക്കാലം തന്നെ തന്നോട് സംസാരിക്കരുത്, തന്നോട് ഇടപഴകരുത് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന് മുന്നിൽ ഒറ്റയാളായി ഏകനായി കൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ നടക്കുക. അങ്ങനെയുള്ള ഒരവസ്ഥ ഇന്നെന്താ? ഇന്ന് അതേപോലെ ഒരു മഹല്ല് കമ്മിറ്റി ചിലപ്പോൾ ഏതെങ്കിലും അനിസ്ലാമികമായിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മഹല്ല് കമ്മിറ്റി ആ മഹല്ലിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അവരെങ്ങോട്ടാ ഓടുക? തീർച്ചയായിട്ടും ചാനലുകളിലേക്ക് ഓടുന്നു. എന്നിട്ട് ആ മഹല്ല് കമ്മിറ്റിക്കെതിരെ സമരം ചെയ്യുന്നു. ചിന്തിക്കണം, ഇവിടെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെട്ടത്? നിങ്ങൾ അനിസ്ലാമികമായ പ്രവർത്തനം ചെയ്തതിന്റെ പേരിലാണ്. പള്ളിക്കും ദീനിനും വേണ്ടാത്ത പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ ആ മഹല്ലിൽ നിന്നും പുറത്താക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. ആ മഹല്ലിന്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം കൂടിക്കൊണ്ട് ആ മഹല്ലിനും ആ പള്ളി കമ്മിറ്റിക്കും അവിടുത്തെ പണ്ഡിതന്മാർക്കുമെതിരെ സംസാരിക്കുകയും ഞങ്ങളാണ് പുരോഗമന സമൂഹമെന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇവരൊറ്റ ഹദീസ് ഒരുപാട് ആളുകളുടെ ഒരുപാട് കണ്ണുള്ളവരുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടച്ചുവെച്ച കണ്ണ് തുറപ്പിക്കാൻ ഇവരൊറ്റ ഹദീസ് 1, 2, 3 പ്രാവശ്യം നിങ്ങൾ അങ്ങ് വായിച്ചു നോക്ക്. 1, 2, 3 പ്രാവശ്യം അവർ അനുഭവിച്ച വേദന, അവരനുഭവിച്ച വിഷമങ്ങൾ എല്ലാം ക്ഷമിച്ച്, എല്ലാം തന്റെ വീട്ടിൽ നിന്ന് പോലും സ്വന്തം ഭാര്യയെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് അവർ ക്ഷമിച്ചു. ആ ക്ഷമയുടെ ഫലം അവർക്ക് ലഭിച്ചു. ആ പരീക്ഷണങ്ങളിൽ അവർ വിജയിച്ചു. ആ വിജയം അവർക്ക് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹം, വാത്സല്യം, ആ സന്തോഷം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്നേഹങ്ങൾ, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതി ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അത്തരം ക്ഷമിക്കാനും എല്ലാ പരീക്ഷണങ്ങളും സഹിച്ച് ഈ ദുനിയാവിൽ ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മെ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.